അകത്തും പുറത്തുമായി എവിടെയെല്ലാം നിങ്ങൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. PSP creates lasting change through total human system integration. PSP പ്രവർത്തിക്കുന്ന അവബോധ തലങ്ങൾ. PSP മനുഷ്യരിലെ ഏതെല്ലാം തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? PSP ആന്തരിക അവബോധ തലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു? PSP ബാഹ്യ അവബോധ തലങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സഖകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഈ PSP വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ജീവിത ബിരുദത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ PSP അവബോധ തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചും പറഞ്ഞും വന്നത്. അപ്പോൾ PSP ചെയ്യാൻ ഏതായാലും നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, അതായത് ആത്മയാനത്തിന്റെ ഭാഗമായിട്ട് PSP ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഇതിന്റെ പല മുഖങ്ങൾ, പല രീതിയിൽ നമ്മൾ നേരത്തെ സംസാരിച്ചാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു മാത്രം. PSP സത്യത്തിൽ സമഗ്രമായ മനുഷ്യ വ്യവസ്ഥയിൽ ശരീരത്തിനകത്തും പുറത്തും അവന്റെ അവബോധത്തിന്റെ എല്ലാ തലങ്ങളിലും അത് പ്രവർത്തിക്കും. എല്ലാ അവബോധ നിലകളിലും പ്രവർത്തിക്കും. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ ഘടനകളിലും പ്രവർത്തിക്കും. ഇത് ചിന്താവികാരം, പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇങ്ങെല്ലാം ചേർത്ത് വ്യക്തിത്വ ഏകീകരണത്തിലാണ് ഈ PSP ശ്രദ്ധിക്കുക. അത് ഈ പ്രകടബോധമുണ്ടല്ലോ, പ്രകടബോധ തലത്തില് അത് പ്രവർത്തിക്കുന്നത് യുക്തിയുടെ വികസനമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അല്ല പ്രകടബോധമല്ല, സത്താബോധ തലത്തില് PSP ചെയ്യുന്നത് എന്താ വെച്ചാല് യുക്തിയുടെ വികസനം. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ, നമ്മള് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിന്റെ രീതി, ആ പാറ്റേണിൽ സാരമായ വികാസം ഉണ്ടാക്കും. അതായത് നമ്മള് ഉചിതമായിട്ടാണോ അല്ലെങ്കിൽ വേണ്ടിടത്താണോ വേണ്ടാത്തിടത്താണോ എന്നുള്ള കാര്യങ്ങളിൽ സ്വയം ബോധ്യം വന്ന് അതിനനുസരിച്ചുള്ള ഒരു യുക്തിയുടെ വികസനം ഉണ്ടാവും. നമുക്ക് വ്യക്തമായ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടാവും. അതുപോലെ തന്നെ ഭാവന ചെയ്യാനുള്ള ശേഷി നമുക്ക് നല്ലപോലെ കൂടും. ഡിസിഷൻ മേക്കിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരും. അതുപോലെ ചിന്തിക്കുന്നത് ബോധപൂർണമായിരിക്കും. സാധാരണ ചിന്തിക്കുക മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ അതിൽ ബോധത്തിൽ ആയിരിക്കില്ല. ഇത് ചിന്ത ബോധപൂർണമായിരിക്കും. നമ്മളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ബോധം വരും. ഇതാണ് സത്താബോധത്തിൽ സംഭവിക്കുന്നത്. അതേസമയം ഉപബോധത്തിൽ PSP എങ്ങനെയാ പ്രവർത്തിക്കുക? ഈ ഓർമ്മകൾ ഉണ്ടല്ലോ, ഓർമ്മകൾ നമ്മുടെ ഉള്ളില് ഈ ക്രമീകരിക്കുന്നത്, അത് ഈവനിങ്ങിൽ നമ്മളെ ഈ എന്താ പറയാ ഉറക്കത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഉപബോധ ക്രമീകരണം നടക്കുന്നത്. ആ ഉപബോധ ക്രമീകരണം എന്നുള്ളത് ഒന്നുകൂടെ പുനഃക്രമീകരിക്കും. നമ്മുടെ ആവശ്യമില്ലാത്ത ഓർമ്മകളെയെല്ലാം റീഓർഗനൈസ് ചെയ്തു. ഇത് ഒരു പ്രാവശ്യമല്ല, നമ്മളത് ദീർഘകാലം ചെയ്യുമ്പോഴാണ് ഈ പ്രോസസ് കൃത്യമായിട്ട് നടക്കുക. എങ്കിലും ചെറിയ അളവിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും ഇത് സംഭവിക്കും. നിങ്ങളുടെ വിശ്വാസ വ്യവസ്ഥകളിൽ, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ആ വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരും. പഴയ പാറ്റേണുകൾ, നമ്മുടെ ഉള്ളിലെ മെമ്മറിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പഴയ പാറ്റേണുകളിൽ ശുദ്ധീകരണം നടക്കും. അകത്ത് നമ്മൾ പലതും മാർക്ക് ചെയ്തിടുമല്ലോ, നമ്മൾ ഓർക്കാനായിട്ട് നമ്മൾ ചിലത് മാർക്ക് ചെയ്തിടുമല്ലോ. ആ ആന്തരികമായിട്ടുള്ള റെക്കോർഡിങ്, ഈ ഓർമ്മ എന്ന രീതിയിൽ നിൽക്കുന്നതല്ലാത്ത ചിലത് നമ്മൾ ഈ അന്തർലേഖനങ്ങൾ എഴുതിയും ഒക്കെയുള്ള ആ രേഖപ്പെടുത്തലുണ്ട്. ആ രേഖപ്പെടുത്തലിൽ മാറ്റം വരും. പുതിയൊരു മെന്റൽ ഡിസ്ട്രിബ്യൂഷൻ, മെന്റൽ ഡിസൈൻ, ഒരു മനോവിന്യാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഉപബോധ തലത്തിൽ സംഭവിക്കുക. അതേസമയം അവബോധ തലത്തില്, ഇപ്പോ സഹജ തലത്തില് അല്ലെങ്കിൽ പരിശീലിത തലത്തില് എന്ത് മാറ്റമാണ് സംഭവിക്കുക?
നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തിൽ, നമ്മൾ പലതിനും റെസ്പോണ്ട് ചെയ്യില്ല. ആ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കയറി എതിർക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ അത് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് മാറും. ആ ട്രെയിനിങ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ബോധപൂർവമുള്ള ഒരു ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്ന നല്ല ആകസ്മികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ തന്നെ റീഓർഗനൈസ് ചെയ്തിട്ട് ഒരു പരിശീലന പ്രതികരണമായിട്ട് മാറും. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവണതയുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഈ റെസ്പോണ്ട് ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രവണതയുണ്ടല്ലോ, ഈ പ്രവണതകളിൽ മാറ്റം വരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയ ശീലങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് പറ്റും ഇതുവഴി, ഈ PSP വഴി. പിന്നെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ അത് ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ലാതെ നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടല്ലോ, ആ നാച്ചുറൽ റെസ്പോൺസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അഡാപ്റ്റേഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ഈ സംഭവത്തിലും മാറ്റം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ പെരുമാറ്റം, സാമൂഹ്യ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിൽ PSP നല്ലപോലെ സ്വാധീനിക്കും. നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്, നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ ഇടപെടുന്ന രീതി, ഒരു ഉപകരണത്തോട്, ഒരു വസ്തുവിനോട്, ഒരു സാഹചര്യത്തോട്, അല്ലെങ്കിൽ ഒരു യന്ത്രത്തോട് ഇടപെടുന്ന രീതി, ഈ ഇടപെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആത്മപ്രകടനം, നമ്മുടെ ഒരു ആത്മപ്രകാശം എന്ന് പറയില്ലേ, ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിൽ മെച്ചം നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ സാമൂഹ്യ ഇടപെടല്, സോഷ്യൽ ഇന്ററാക്ഷൻ എന്നുള്ള കാര്യത്തിൽ നല്ല മാറ്റം വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അവയോടൊക്കെയുള്ള ഉത്തരവാദിത്ത ബോധവും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതായത് മനുഷ്യന്റെ സർവ്വതോന്മുഖമായ മേഖലകളിൽ ഇത് മാറ്റം വരുത്തും. ഇപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ, നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ എല്ലാം ആ പ്രതിമനസ്സിൽ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പക്ഷെ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് വേണം മാത്രം. അപ്പോ നമ്മൾ എന്തിനാണ് ഈ PSP പ്രാക്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മജ്ഞാനത്തിന്റെ ഒരു ധാരയിലായിരിക്കുമ്പോഴോ അല്ലാതെയോ PSP പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് എങ്ങനത്തെ മാറ്റമാണ്? സ്ഥായിയായ മാറ്റം. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചു, ഇങ്ങനെയല്ല വേണ്ടത്, വേറൊന്നാണ് വേണ്ടതെന്ന് തോന്നിയാൽ നമ്മൾ അതിലേക്ക് മാറും, കുറച്ചു നേരത്തേക്ക് വീണ്ടും പഴയപടിയാവും. സ്ഥായിയായ മാറ്റം വരണമെങ്കിൽ PSP പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥായിയായ മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, ഈ ടെമ്പററി ആയിട്ടുള്ള ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നവരും എല്ലാമായിട്ട് സമഗ്രമായിട്ട് ഒരു ഏകീകരണം എന്നുള്ള ഒരു പ്രോസസ്സ് PSP ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അതായത് നമ്മുടെ അവബോധത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു പരിവർത്തനം ഉണ്ടാവും. അത് പെർമനന്റ് ആയിട്ടുള്ള ദീർഘകാല സ്ഥിരതയായിരിക്കും ഉണ്ടാവുക. ആ വിധത്തിലുണ്ടാവും. അതായത് ടോട്ടലി നമ്മൾ കോൺഷ്യസ് ആയിട്ട് ജീവിതത്തെ ഒന്ന് റീഓർഗനൈസ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ ടോട്ടൽ സിസ്റ്റത്തിൽ സംഭവിക്കണമല്ലോ. ആ ടോട്ടൽ സിസ്റ്റത്തിലും സംഭവിക്കുന്നത് ബോധപൂർവം ആകുന്നതാണ് PSPയിലൂടെ സംഭവിക്കുന്നത്. അപ്പോ ആത്മജ്ഞാനത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ ആത്മത്തിന്റെ ഏറ്റവും അകത്തുള്ള തലം വരെ കടന്നു ചെന്നിട്ട് വേണം നമ്മളിൽ മാറ്റം ഉണ്ടാകാൻ. ആ മാറ്റം ഉണ്ടാക്കാൻ PSP ആണ് ഏറ്റവും മെച്ചമായ ടൂള്. ഞങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും ശരിയായ, സ്പീഡിയായ, സ്റ്റഡിയായ, ഏത് കാലത്തും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് PSP ആണ്. കോട്ടക്കാരവും അതുപോലെ തന്നെ ഉപകരിക്കും, പ്രാണനവും അതുപോലെ ഉപകരിക്കും. ഇവയെല്ലാം കൂടെ ചേർന്നാണ് ആത്മജ്ഞാനം എന്നുള്ള പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഇവിടെ ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളില് ഈ എവിടെയെല്ലാമാണ് നിങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ പെരുമാറ്റത്തിൽ മാറ്റം വേണമെന്നുണ്ട്, എന്റെ മെമ്മറിയുടെ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത്, എന്റെ ശീലം ശരിയല്ല,
പിന്നെ എന്റെ ചോദനകൾ ശരിയല്ല എന്ന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തണമെങ്കിൽ അത് കോൺഷ്യസ് ആയിട്ട് മാറ്റം വരുത്തണമെങ്കിൽ PSP വഴി നിങ്ങൾക്ക് സാധ്യമാണ്. ആദ്യം അതിനു വേണ്ടിയുള്ള മൊഡ്യൂൾസ് ഉണ്ട്, ആ മൊഡ്യൂൾസ് വഴി നമുക്ക് ചെയ്യാം. പിന്നെ മൊഡ്യൂൾസ് ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള മൊഡ്യൂൾസ് ഡിസൈൻ ചെയ്തുകൊണ്ട് ചെയ്യാം. അതിന് 2 വിധത്തിലും ചെയ്യാൻ നമുക്ക് PSP നമ്മെ സഹായിക്കും. അപ്പോൾ PSPയിൽ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി എവിടെയെങ്കിലും മാറ്റങ്ങൾ പുതുതായിട്ട് ഈ പറഞ്ഞതല്ലാതെ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്നുള്ളത് കൂടി പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതുമായിട്ട് നാളെ വരിക, നമുക്ക് അവയിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.